ജില്ലയിൽ ജീപ്പ് സവാരി നിരോധിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ ഇപ്പോൾ നേതാക്കന്മാരുടെ പ്രതികരണവും എത്തിയിട്ടുണ്ട്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ജീപ്പ് സവാരി നിരോധിച്ച ഉത്തരവ് ഏതെങ്കിലും പഠനത്തിന്റെയോ ആധികാരികമായ ഉത്തരവിന്റെയോ അടിസ്ഥാനത്തിലല്ല എന്നാണ് CV വർഗീസ് പ്രതികരിച്ചത്. ജോയിന്റ് RTO, DYSP എന്നിവരുടെ സംയുക്ത പരിശോധന നടത്തി ലൈസൻസുകളും പേപ്പർ ഭാഗവും ശരിയായ വാഹനങ്ങൾക്ക് അനുമതി നൽകാമെന്നതാണ് ജില്ലാ കളക്ടർ ചെയർമാനായ DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. അപകടമുണ്ടായി എന്നതിന്റെ പേരിൽ ജീപ്പ് സവാരി പൂർണ്ണമായി നിരോധിക്കുന്നത് പ്രാകൃതമായ തീരുമാനമാണെന്നും ഉത്തരവ് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും CV വർഗീസ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രധാനമായും ജീപ്പ് സവാരി ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കായ കുടുംബങ്ങളുണ്ട്. DTPC തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സണായിട്ടുള്ള DTPCയുടെ എക്സിക്യൂട്ടീവ് തന്നെ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യം കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് സർവീസുകൾ നടത്തുന്ന കേന്ദ്രങ്ങളിൽ ജോയിന്റ് RTO, DYSP എന്നിവരുടെ സംയുക്തമായ പരിശോധനയോട് കൂടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പേപ്പർ ഭാഗം പൂർണ്ണമായി ക്ലിയർ ആയിട്ടുള്ള വാഹനങ്ങളെല്ലാം സർവീസ് നടത്താം എന്നതാണ് പൊതുവെ എടുത്തിട്ടുള്ളത്. ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു വാഹനമുണ്ടായി അപകടം സംഭവിച്ചു ഒരാൾ മരണപ്പെടാനോ അല്ലെങ്കിൽ അപകടം സംഭവിക്കാനോ ഇടയായി എന്നുള്ളത് കൊണ്ട് എല്ലാ വാഹനങ്ങളും ജീപ്പ് സർവീസും പൂർണ്ണമായി നിരോധിക്കുന്നത് അങ്ങേയറ്റം പ്രാകൃതമായ തീരുമാനമാണ്.